ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ വരുൺ തന്ന ഫോൺ നമ്പർ ഉടമയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ഫിദ അല്ല, ആ ഫോണിന്റെ കണക്ഷൻ ശ്യാമയുടേതാ, ഗായിക ശ്യാമയുടെ പേരിൽ. വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ മോളെ ദൈവം രക്ഷിക്കും. അതിന്റെ തെളിവാ ഇതൊക്കെ. ഈ രാധിക എന്ന് പറയുന്ന ആരാ? മോള. ദേവനാരായണന് ഓർമ്മ വന്നിട്ടില്ല, പക്ഷെ അബോധാവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേരാ ഉരുവിടുന്നത്. ആ കുട്ടി എവിടെ? അവള് വീട് വിട്ടു പോയി ഡോക്ടറെ. അതിനെ തുടർന്നാണോ ഈ മനപ്രയാസം ഉണ്ടായത്? അതെ. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയൊന്നും എനിക്കറിയണ്ട, ഞങ്ങളോടത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും നോക്കുക, പേഷ്യന്റ് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാ. പറ്റുമെങ്കിൽ ആ കുട്ടിയെ വിളിച്ചു വരുത്ത്. അയാളുടെ ആരോഗ്യത്തിന് നല്ല അതാണെന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്ത് ചെയ്യാൻ പോവാ? ഫിദ മേഡത്തിനെ ഒന്ന് വിളിക്കട്ടെ, അവളെയും കൂട്ടി വരാൻ പറയാം. അവള് വന്ന ദേവന്റെ അടുത്തേക്ക് ഞാൻ അവളെ കയറ്റും തോന്നുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ? കേട്ടു. അവള് ചത്തുപോയ ദേവനാരായണന് ജീവിക്കണ്ടേ? ആറ്റുവശ്ശേരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവള് ചത്തു. ഇനി അവളില്ലാത്ത ജീവിതം മതി നമുക്ക്. അമ്മ വാശി പിടിക്കരുത്. ഈ കാര്യത്തിൽ എനിക്ക് വാശി തന്നെയാ. ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ ഇനി അവള് തിരികെ ആറ്റുവാശ്ശേരിയിൽ വരാൻ പാടില്ല. ഞാൻ അറിയാതെ അവളെ വിളിച്ചു വരുത്താൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം യശോദേ, ഈ ഹോസ്പിറ്റലിൽ ബഹളം ഉണ്ടാക്കേണ്ടി വന്നാലും അവള് ദേവനെ കാണില്ല. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് അങ്ങനെ തീരുമാനിക്കുന്നതിനെ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനിയില്ല. അവള് തീരുമാനിച്ചു, അവൾ ഇറങ്ങിപ്പോയി. ഇനി നമുക്ക് നമ്മൾ മാത്രം മതി.
ആ വരുൺ, ആ എന്തായി സാർ? വരുൺ തന്ന ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഞാൻ നോക്കി. അത് കോളിയൂർ എന്ന സ്ഥലത്താ. കോളിയൂരോ? അത് ഇവിടുന്ന് കുറച്ച് ദൂരെ, കായലിന്റെ അരികെയുള്ള ഒരു പ്രദേശമാണ്. ആ താങ്ക് യു സാർ, താങ്ക് യു. വരുൺ, സാധാരണ പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷെ താൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാ. ആ അതെനിക്കറിയാം സാർ, മറ്റൊരു മാർഗവും ഇല്ലാതായി പോയി. പിന്നെ വരുൺ തന്ന ഫോൺ നമ്പർ ഉടമയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ഫിദ. അല്ല, ആ ഫോണിന്റെ കണക്ഷൻ ശ്യാമയുടേതാ, ഗായിക ശ്യാമയുടെ പേരിൽ. അല്ല അതിപ്പോ ഞാൻ ഈ പറഞ്ഞ ഫിദ മാഡം ശ്യാമ മാഡത്തിന്റെ സ്റ്റാഫാണ്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. വരുൺ, ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ തരാം. ആ അതെന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ. ഗായിക ശ്യാമയ്ക്ക് കോളിയൊരു അവധിക്കാല വസതിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട്. ഈ പറഞ്ഞ പുള്ളി ശ്യാമയുടെ കടുത്തൊരു ആരാധകനാണ്. അങ്ങനെ എന്തോ കിട്ടിയ ഇൻഫർമേഷനാണ്. താങ്ക് യു സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നവർ അവിടെ തന്നെ കാണും. താങ്ക്സ് അലോട്ട്. എന്തെങ്കിലും ഒരിക്കൽ ഇതിനൊരു ഉപകാരമായിട്ട് ഞാൻ സാറിന് എന്തെങ്കിലും ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. ബൈ വരുൺ. എവിടെയാടാ? മുത്തശ്ശി, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ രാധയെ കാണും. എവിടെയാണെന്ന് അറിഞ്ഞോ? ആ അറിഞ്ഞു. കോളിയൂർ എന്ന് പറയുന്ന സ്ഥലത്താ. ശ്യാമ മാഡത്തിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് അവിടെ ഉണ്ട്, അവിടെ ആളുള്ളത്. അവിടെയാണ് ഈ ഫിദ മാഡത്തിന്റെ ഫോൺ ലൊക്കേഷൻ. മിക്കവാറും അവിടെ തന്നെ ആയിരിക്കുള്ളൂ. നീ ഇപ്പൊ തന്നെ പോവല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇനി രാധയുമായിട്ട് ഞാൻ തിരിച്ചെത്തുള്ളൂ. ആ, പക്ഷേ മുത്തശ്ശി, ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫിദ മാഡം യൂസ് ചെയ്യുന്ന ഫോണില്ലേ, അത് ഫിദ മാഡത്തിന്റെ പേരിലല്ല, ശ്യാമ മാഡത്തിന്റെ പേരില. ഓ, അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല മോനെ. ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഫോണിന്റെ കണക്ഷൻ നിന്റെ പേരിലല്ലേ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മാത്രമല്ല, നീ ഇപ്പൊ അവരെ കാണാൻ പോവല്ലേ, അപ്പോ നേരിട്ട് തന്നെ അങ്ങ് ചോദിക്കണം. മുത്തശ്ശി, എന്നാലേ ഞാൻ എന്നാ പോയിട്ട് വരാം. മോൻ പോയിട്ട് വാടാ. നിന്നെ കാണുമ്പോഴേ അവക്ക് സന്തോഷാവും. മോൻ പോയിട്ട് വാ. ശരി മുത്തശ്ശി. ശ്യാമേ,